വീട്ടിലൊന്നും കാണാനില്ല. ഒച്ച റബ്ബ എന്താ പറഞ്ഞ് നേരം ഇങ്ങോട്ട് വെളുത്തിട്ട് എന്റെ സ്വർണ്ണവും കാണാനില്ല, ആധാരവും കാണാനില്ല എന്ന് പറഞ്ഞാല് ഒരു വീട്ടിലെന്നെ കിടന്നുറങ്ങിയായി. സത്യമായിട്ടൊക്കെ ഞാനിതൊന്നും ഊരി വെച്ചിട്ടില്ല. ഊരി വെക്കണത് ഇതാ എന്റെ തലഭാഗത്താണ്. ഇവിടെ ഒന്നും ഇല്ലാന്ന്. എന്താ കാണിച്ച ഇത് ആരെവിടെ കയറണേ? ആരോട് പോയി പറയും പടച്ചോനെ? ഒരാള് പറഞ്ഞാ വിശ്വസിക്കോ? ആരോ ഇവിടെ വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതൊന്നും പോവില്ല. ഞാൻ വാസുട്ടിനൊന്ന് വിളിക്കാം. വാസുട്ടിയേ, വാസുട്ടിയേ, അടച്ച റബ്ബേ പോയല്ലോ. ആ സകല മുതലും പോയല്ലോ. വാസുട്ടിയേ, വാസുട്ടിയേ, ഒന്നിങ്ങടെ വന്നരാജേ. പടച്ചോനെ പറഞ്ഞൊരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയില്ല. എന്തിനു വൈകിണ്ടാന്ന് പോട്ടെ. വാസുട്ടിയേ, എന്താണ് ഒന്നിങ്ങടെ വാടാ. പോടാ, സകല മുതലും പോയി. കള്ളം വന്ന് ഇത്ര ബോധം ഇല്ലാണ്ട് വാസുട്ടി പോടാ. ഞങ്ങളെല്ലാം മുതലും പോയി. വാസുട്ടി ഒരു കാര്യം സ്വർണ്ണപ്പുകളുടെ ദേഹത്തില്ല, സകല മുതലും എടുത്തോണ്ടോയി. ആധാരവും കാണാനില്ല. ഏതോ കള്ള എനിക്ക് വയ്യട്ട് സുഖമില്ല. ഞാൻ സുഖമില്ലാണ്ട് കിടന്നുറങ്ങി വെച്ചിട്ട് ഇപ്പോഴും അതേമാതിരി പോത്ത് പോലെ പറഞ്ഞാൽ എങ്ങനെയാണ്? വയ്യായിരുന്നു. രാവിലെ എണീക്കുമ്പോ ഒന്നുമില്ല, കള്ളം കൊണ്ടുപോയി. ദേഹം നടന്നിട്ട് വേണം പോയി. നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോവാ. വാ. ബോധമില്ലാണ്ട് അതെങ്ങനെയാണ് എനിക്ക് വയ്യാണ്ട് കിടക്കാന്നൊരു ധാരണ എനിക്ക് എന്തിനാണ് നിന്നെ പറയുന്നത്? അവനാന്റെ മുതല് സൂക്ഷിക്കാൻ വയ്യെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? സ്വർണം പോണെങ്കിൽ പോട്ടെ, വീടിന്റെ ആധാരം കാണാനില്ല. ആരോടത് പോയി പറയാ? അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ അറിഞ്ഞില്ല. അവർക്ക് എങ്ങനെയാണ്? நான் எடுக்கல பாய். நான் நேத்து உங்களுக்கு எப்படி இருக்குன்னு பாக்குறதுக்கு தான் வந்தேன். சும்மா பேசிட்டு போனேன். நான் எடுக்கல, நான் திருடல. അന്നപ്പെടുത്തുന്ന ആരാ പറഞ്ഞത്? എടുത്തു പറഞ്ഞ പോയ മുതലിങ്ങനെ കിട്ടിയാ മതി. അതിനിപ്പോ എന്ത് ചെയ്യും? அல்ல முதல்ல இது மாதிரி ஒரு சைன் போகும்போது நான் எடுத்துன்னு சொல்லி பொல்லாப்பு இருந்துச்சுல, அதான் சொன்னேன். അതെ, പോലീസ് സ്റ്റേഷൻ നാട്ടുകാരനെ മുഴുവൻ അറിയിക്കല്ലേ? എത്ര കൈതോളാന്ന് വിചാരിക്കുക നമ്മള്. റബ്ബേ, എന്താ ചെയ്യാൻ വാസുക്കെ? ഇതല്ലേ എങ്ങനെ കിട്ടിയായി? എങ്ങനെ പഞ്ചലാരോടും അല്ല, എന്താ നിങ്ങൾ ഇന്നലെ കഴിച്ചത്? അല്ല, നിങ്ങൾ ഇന്നലെ എന്താ കഴിച്ചത് ചോദിക്കാം. ചോറും കൂട്ടാനോ? ചോറ് കൂട്ടാനോ അല്ലാണ്ട്? ചോറും കൂട്ടാനല്ലാണ്ട് എന്താ ഇവിടെ കഴിക്കാനുള്ളത്? വയ്യാത്തല്ല, ഞാൻ മരുന്ന് കഴിച്ചേ. എന്ത് മരുന്ന്? എന്ത് മരുന്ന് പറയേ? അമ്മ തന്നിട്ടതാണ് അരിസ്റ്റം. എന്തായാലും മുതലിട്ടി. എന്താണ് ഏടാ ചെങ്ങായി, കണ്ണി കണ്ട സാധനങ്ങൾ എടുത്ത് വലിച്ച് കയറ്റിട്ട് ബോധമില്ലാണ്ട് എന്തൊക്കെയാ നിങ്ങൾ ഇന്നലെ കാട്ടിക്കൂട്ടിയത്? എന്താ കാട്ടിക്കൂട്ടിയത്? ഇപ്പൊ ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. ഈ മേല് കിടക്കണ സ്വർണ്ണം മുഴുവനോ എനിക്ക് ഊരി തന്നല്ലേ? നമുക്കെത്ര ബോധമില്ല എനിക്ക്. അജ്ജ് കടന്ന് ചാടി കളിക്കൊന്നും പോണ്ട. ആധാരം വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് എടുത്തു കൊടുത്ത് തന്നെ നീയാണ്. എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടേ. ഈ ആധാരൊക്കെ കൊണ്ടു കൊടുക്കേണ്ട കാര്യം എന്താണ്? എന്തിപ്പുണ്ടായി? എന്താ സംഗതി? എന്താ ഉണ്ടായത്? എന്റെ പൊന്ന് ചങ്ങായി, അത് എനിക്ക് എഴുതിയ മരുന്നാണ്. വാസുട്ടെ, അനക്കും പനിയാണ് എനിക്കും പനിയാണ്. അപ്പൊ അമ്മത്തിന് മരുന്ന് തന്നാ അത് കുടിച്ച അതിനിപ്പോ എന്താണ്? അതിന് കുഴപ്പമുണ്ട്. അത് എനിക്ക് എഴുതിയ മരുന്നാണ്. ആ മരുന്ന് ഞാൻ കുടിക്കണം. അല്ലാണ്ട് ഒരാൾക്ക് എഴുതിയ മരുന്ന് വേറൊരാൾ എടുത്ത് കുടിച്ചു കഴിഞ്ഞാലേ ഇതേപോലെ ബോധമില്ലാണ്ട് പലതും ചെയ്യും. ചിലപ്പോ ചത്തൂന്നും വരും. അല്ല, എന്നാലിപ്പോ ഒരു അരിഷ്ടം കഴിച്ചാലിപ്പോ ഇങ്ങനൊക്കെ. അല്ല, എല്ലാ അരിഷ്ടം കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അളിയനെ എഴുതിയ അരിഷ്ടം കഴിച്ചാ ഇപ്പിടി ഇരിക്കും.